ഇന്നത്തെ വിഷയം PR വിഷയത്തിലാണ് ട്ടോ സ്റ്റാർട്ട് ചെയ്ത എപ്പിസോഡ്. PR വിഷയം അതാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ അവർ ആഗ്രഹിച്ചത്. PR വിഷയം വേറൊന്നല്ല. എവിക്ഷൻ അൺഫെയർ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ അതിന്റെ എനിക്ക് തോന്നിയത് ബിഗ് ബോസ് അത് കൈ ഒഴിയാനുള്ള ഒരു ശ്രമത്തിൽ ഓഡിയൻസിലേക്ക് ഇട്ടുകൊടുത്തതാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് PR ഇഷ്യൂസ് ഒക്കെ വരുന്നത്? അതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ. PR ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ അത് ഓഡിയൻസിലേക്ക് ഇട്ടുകൊടുത്തത് എന്തിനാണ്? നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോൾ ഓഡിയൻസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ആ ഓഡിയൻസിന് ഇപ്പോൾ മനസ്സിലായി അത് അനുമോളെ ബലിയാടെ ആക്കി ഇട്ട് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അവർക്കറിയാം അനുമോൾ അത് പറഞ്ഞിട്ടുണ്ട്. കഷ്ടകാലത്തിന് അനുമോൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു പോയി. അതുകൊണ്ട് എല്ലാ കണ്ടസ്റ്റൻസും അനുമോളുടെ പേരാണ് എല്ലാവരും എടുത്തത്. നൂറ അറിയാലോ, നൂറയും അതിലെടുക്കില്ല. ബാക്കി എല്ലാവരും അനുമോളുടെ പേരാണ് എടുത്തത്. അതിൽ അനുമോൾ പെട്ടുപോയി എന്ന് തന്നെ പറയാം. പിന്നെ മാത്രമല്ല അതിൽ ബിന്നി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അനുമോൾ 16 ലക്ഷത്തിൻ്റെ PR ആണ് കൊടുത്തതെന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. PR ഒക്കെ എല്ലാവരും കൊടുക്കും, അത് എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. അത് വേറൊന്നുമല്ല, പബ്ലിക് റിലേഷൻ. അതായത് പബ്ലിക് റിലേഷൻ കൊടുക്കുന്നത് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീൽസ് ഇടാനും ഒക്കെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കും. ചെറിയ ചെറിയ തോതിൽ നല്ല നല്ല കുറച്ച് പ്രൊമോട്ട് ചെയ്യാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ ചെയ്യുന്നത്. പക്ഷെ മിക്കവാറും ആ PRs ഒക്കെ നെഗറ്റീവ് PRs ആയിട്ട് വരാറുണ്ട്. വേറൊന്നുമില്ല, വേറെ കണ്ടസ്റ്റൻസിനെ സൈബർ അറ്റാക്ക് ചെയ്യുക, അവരെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ആ കണ്ടസ്റ്റനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വരും നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട്. അതൊക്കെയാണ് ഒരു PRന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ മാത്രമല്ല വേറെ കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കും. അതും വലിയൊരു നെഗറ്റീവ് PR ആണ്. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞ് വോട്ട് തിരിമറി നടത്താം. അതാണ് എല്ലാവരും നോമിനേഷനിൽ വരണമെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും നോമിനേഷന് വരുമ്പോൾ ആ തിരിമറി കുറച്ച് കുറയും. കറക്റ്റായിട്ട് എവിക്ഷൻസ് പോകും. പക്ഷെ അത് കളിക്കേണ്ടത് കണ്ടസ്റ്റൻസ് ആണ്. കണ്ടസ്റ്റൻസ് ആണ് ആ നോമിനേഷനിൽ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. അവർക്ക് ആ ബുദ്ധി വരുന്നില്ല. ഇന്നത്തെ നോമിനേഷനായിട്ട് എടുത്ത് നോക്കൂ. ഓപ്പൺ നോമിനേഷനായിട്ട് പോലും അവർക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റിയില്ലേ? അതെന്ത് മണ്ടത്തരമാണ്. ഒരാശം രണ്ടുപേരും ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വൈരാഗ്യം തീർക്കാനുള്ള സ്ഥലമല്ല എന്നുള്ള ഓർക്കുക. അത് ഓർത്തിട്ട് ബുദ്ധിപൂർവ്വം അവിടെ കളിക്കണം. അത് കളിക്കാത്ത കുറച്ച് പേരുണ്ട്, അത് ഞാൻ പറയാം. അപ്പം PRന്റെ ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ പുറത്ത് കൊണ്ടുവരാന്നുള്ള ബിഗ് ബോസിൻ്റെ ഒരു ഇതായിട്ട്. പക്ഷേ ഇതെനിക്ക് ബിഗ് ബോസ് ശരിക്കും ഞാൻ പറയട്ടെ, ശരിക്കും ബിഗ് ബോസ് വിചാരിച്ചാൽ കുറച്ചൊക്കെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവർക്ക് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ PRന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറ്റില്ല എന്നും അത് കർശനമായിട്ട് പാടില്ല എന്നും ഒക്കെ പറയാലോ. പക്ഷെ അതല്ല, ഈ ഷോ നിലനിർന്ന് പോകുന്നത് തന്നെ ഈ സോഷ്യൽ മീഡിയ കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ്. സംശയം എന്താ? ഈ ഷോയുടെ ഹൈപ്പ് എത്രയാണ്? സീസൺ 1 കഴിഞ്ഞിട്ട് സീസൺ 2 തൊട്ടാണ് കുറച്ചുകൂടി ഹൈപ്പ് വന്നത്. കാരണം അപ്പോഴേക്കാണ് പിന്നെ കോവിഡും സീസൺ 3 അതൊക്കെ ആയപ്പം നിങ്ങൾ നോക്കുക ഹൈപ്പ്, ഈ ഷോയിൻ്റെ ഹൈപ്പ് എത്രത്തോളം മുകളിലോട്ട് പോയി സോഷ്യൽ മീഡിയ കാരണം എന്നുള്ളത്. അപ്പോൾ ദിസ് ഷോ ഡിപ്പെൻഡ്സ് ഓൺ സോഷ്യൽ മീഡിയ ഫോർ ഷുവർ. PR റിലേഷൻഷിപ്പ് ഇല്ലാതെ ഇങ്ങനത്തെ റിയാലിറ്റി ഷോസിനൊന്നും അത് വേണം. അവർക്ക് TRP കൂട്ടാനും എല്ലാത്തിനും റീച്ച് കിട്ടാനും ഒക്കെ അത് വേണം. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ്ലി അത് ഇഗ്നോർ ചെയ്യാനും പറ്റില്ല. എന്നാൽ അവർക്ക് അത് വേണ്ടതാനും. മനസ്സിലായോ? അപ്പം നിങ്ങൾ തന്നെ അടുത്ത ബിഗ് ബോസ് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് വരുന്നതായിരിക്കും നല്ല. ബിഗ് ബോസ് ഞങ്ങൾക്കറിയാം, ഞങ്ങളോട് ഇട്ട് തന്നിട്ടും കാര്യമില്ല. വി ഓൾ നോ ദാറ്റ് PR എക്സിസ്റ്റ്. കുറേ സീസണായിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ സീസണൊന്നും അല്ലല്ലോ, നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. അതുകൊണ്ട് അത് അറ്റാക്ക് കുറേ പേർക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയാലോ. ഈ റിവ്യൂ പറയുന്ന പലർക്കും കിട്ടാറുണ്ട് അറ്റാക്ക്. അവർ നല്ല നല്ല റിവ്യൂ, ഒരാളെ കുറിച്ച് ചീത്ത പറയാൻ പാടില്ല, ഒരാളെ കുറിച്ച് നല്ല ഒന്നും തമ്മിലിടാം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അവർക്കൊക്കെ എന്തോരം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അല്ല ഇതുണ്ടെന്ന് നമുക്ക് ഇട്ടുന്നിട്ട് കാര്യമില്ല. അതുണ്ടെന്ന് അറിയാം. അത് അനുമോൾക്കാണെന്നുള്ളതും അനുമോളവിടെ പറഞ്ഞു. അനുമോൾക്ക് മാത്രമല്ല ഉള്ളത്, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും PR ഉണ്ട്. അവിടെ ഷാനവാസിന് ഇല്ലാന്ന് ഷാനവാസ് പറയുന്നു. ഷാനവാസിനില്ലേ? ഷാനവാസിനുണ്ട്. അതൊക്കെ എനിക്കറിയാം. ഷാനവാസിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ അറ്റാക്ക് എന്താണ്, വെറുതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ മൈൻഡ് ചെയ്യാറില്ല, പക്ഷെ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് കേട്ടോ. പെട്ടെന്ന് അറ്റാക്ക് വരും, ഭയങ്കരമായിട്ട് അറ്റാക്ക് വരും. നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. കാരണം നെഗറ്റീവ് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു കണ്ടസ്റ്റൻ്റ് ആയ പോസിറ്റീവ് ഉണ്ടാകും, നെഗറ്റീവ് ഉണ്ടാകും. നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ നെഗറ്റീവ് പറഞ്ഞേ പറ്റൂ. അത് പറയുമല്ലോ. അതുപോലെ തന്നെ അക്ബറിനെ കുറിച്ച് ഞാൻ നെഗറ്റീവ് ഒക്കെ പറഞ്ഞു. പക്ഷേ അക്ബറിന് എനിക്ക് അധികം അറ്റാക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ സത്യത്തിൽ പറയാം. ഇപ്പം അപ്പാനിയെ കുറിച്ചിട്ടാണെങ്കിലും അവരുടെ ഗ്യാങ്ങിനെ കുറിച്ചും അധികം അറ്റാക്കൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഷാനവാസിൻ്റെ ടീമിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ പറയാം, കിട്ടിയിട്ടുണ്ട്. പിന്നെ അനുമോളിൻ്റെ ടീം, അനുമോളിനെ കുറിച്ച് നമ്മൾ അന്നത്തെ മോറൽ പോലീസിനൊക്കെ എന്തൊക്കെയാണ് അനുമോളെ കുറിച്ചിട്ട് നമുക്ക് അറ്റാക്ക് കിട്ടും. അത് നമുക്ക് മനസ്സിലാവും ഇവർക്കൊക്കെ ശരിക്കും PR ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ നെവീനൊന്നും ശരിക്കും PR ഇല്ല എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. നെവീനെ കുറിച്ച് പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞാലും, പോസിറ്റീവ് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, നെഗറ്റീവ് പറഞ്ഞാലും കുറച്ച് ആൾക്കാർ ഇഷ്ടം. പക്ഷേ അത് PR അല്ലാതെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അറ്റാക്ക് ചെയ്യില്ല പേഴ്സണലി. നമ്മുടെ റിവ്യൂ ആണെന്നുള്ളതും അത് മനസ്സിലാക്കി പെരുമാറാൻ കുറേ പേർക്ക് പറ്റും. കുറേ പേര് അറ്റാക്ക് ചെയ്യും, നമ്മൾ പേഴ്സണലി അറ്റാക്ക് ചെയ്യും. അതായത് അവർ സംസാരം തന്നെ നീ അതൊക്കെ വിളിച്ചിട്ടായിരിക്കും, വളരെ മോശമായിട്ട്. മനസ്സിലായോ? അത് നമുക്ക് മനസ്സിലാവും. അപ്പം PRൻ്റെ കാര്യം എല്ലാവർക്കും PR ഉണ്ട്. അത് അനുമോളുടെ അവിടെ അനുമോൾ അറിയാതെ അബദ്ധം പറ്റി എടുത്ത് പറഞ്ഞു പോയി. അതാണ് അനുമോളിനെ പറ്റി പ്രശ്നം. അപ്പോൾ ബിന്നിയാണെങ്കിലും അവർക്കൊക്കെ വിഷമം ഉണ്ടാവും. അവരൊക്കെ കളിക്കുന്നുണ്ട്. PR എടുക്കുകയാണ് ആയിരിക്കും കുറച്ച് നല്ലത്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ മാത്രം മാറി നിന്നിട്ട് എന്ത് കാര്യം?
അതുകൊണ്ട് കാര്യമില്ല. പിന്നെ അടുത്തതുണ്ടായത് നമ്മുടെ നോമിനേഷനാണ്. നോമിനേഷൻ മുമ്പ് ചെറിയ കാര്യമുണ്ടായിരുന്നു. സ്റ്റോർ റൂമിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെന്താ അറിയോ, ക്യാപ്റ്റൻസി ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിലേക്ക് ക്യാപ്റ്റൻസി കൊടുക്കുമ്പം ഇവരിങ്ങനെ അതിൽ പറഞ്ഞു ഞാൻ സ്റ്റോർ റൂമിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അനീഷ് അപ്പോഴേക്കും സ്റ്റോർ റൂമിൻ്റെ കേസ് എടുത്തിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അനീഷ് എന്തിനാണ് ഇവിടെ വന്നത്? സ്റ്റോർ റൂമിൽ മരുന്ന് കൊടുക്കാനും ഇതിനാണ്. അത് മാത്രമല്ല അതിൽ മരുന്ന് എനിക്ക് എൻ്റെ അച്ഛൻ മെഡിക്കലായിരുന്നു, എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു ICUവിൽ. അതൊക്കെ അവിടെ പറയേണ്ട കാരണം, അതൊക്കെ പറയുമ്പോൾ അത് ഗെയിമായിട്ട് വരുമല്ലേ, അതൊക്കെ ഗെയിമിലേക്ക് എടുക്കേണ്ട ഒരു സംഭവമാണോ? അതൊന്നും ശരിയല്ല. അത് അവിടുത്തെ കണ്ടസ്റ്റൻസ് മന്ദബുദ്ധികളല്ല, അവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അവർ. അതിലേക്ക് അത് എടുത്ത് പറഞ്ഞു. എനിക്കും അങ്ങനെ പറയണ്ട ഏട്ടാ, എനിക്ക് അച്ഛനമ്മയൊന്നും ഇല്ലാതാണ്, അപ്പോൾ എനിക്ക് ഇവർക്ക് ഇങ്ങനെ മരുന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം അത് കൗണ്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്തിനാണ് നമ്മൾ വേണ്ടാത്ത ഇഷ്യൂ എടുത്തിട്ട് നമ്മുടെ പേര്, അതിലൊന്നും ഒരു കാര്യമില്ല. സ്റ്റോർ റൂമിൽ പോകണം പോലും. അനീഷ സ്റ്റോർ റൂമിൽ പൊയ്ക്കോളൂ. ഇവർ മടിയന്മാരാണല്ലോ, അനീഷ ആദ്യമേ ചെയ്തിട്ടുള്ളൂ, അതറിയാം. പക്ഷേ ഇപ്പം അത് ഫൈറ്റ് ചെയ്യുന്ന കാരണമില്ല. അത് പറയുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. അനീഷ അത് വിട്ടുകൊടുത്ത് നോക്കിയേ. സ്റ്റോർ റൂമിൽ ആരും പോകാതിരിക്കുമ്പോൾ അനീഷ അത് ബാധിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വേണം 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 എനിക്ക് പോകണം, ഞാൻ പോവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് അനീഷിൻ്റെ തന്നെയാണ് നെഗറ്റീവായിട്ട്. അപ്പോൾ ആ സ്റ്റോർ റൂം ഇഷ്യൂ അതാണ് സംഭവം കേട്ടോ. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. അതങ്ങനെ. ഇനി അതിൽ നോമിനേഷൻസ് പറയുമ്പം അനീഷ് ഇന്ന് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആക്ടിങ് കൂടുതലാണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് റിയൽ ആയിട്ട് നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോമിനേഷൻ തുടങ്ങിയത്. ശരിക്കും വന്ന ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു, എല്ലാവരും നോമിനേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന, എനിക്ക് അറിഞ്ഞൂടാ, ഇവർക്ക് ബുദ്ധി വെച്ച് കളിക്കൂ എന്ന് ലാലേട്ടൻ എപ്പോഴും പറഞ്ഞിട്ട് പോവും. പക്ഷെ ഇവർ കളിക്കുന്നില്ല. ഇവർ ശരിക്കും എല്ലാവരും നോമിനേറ്റ് ചെയ്തിൽ കൊണ്ടുവരണം. രണ്ടുപേരും മിസ്സായി. അതിൽ ഓൾറെഡി സേവ്ഡ് ആണ്, നൂറയും ആര്യനും മിസ്സായി. അപ്പം ഇവർ തുടങ്ങിയത് അനീഷ് ഷാനവാസിനെ വെച്ചിട്ടാണ്. പിന്നെ അക്ബർ ഓഫ് കോഴ്സ്. പിന്നെ ആര്യൻ അനീഷിനെ പറഞ്ഞു. ഇത് തന്നെ മെഡിക്കൽ ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അതൊക്കെ ആയിട്ട് ഷാനവാസിനെയും പറഞ്ഞു. ഷാനവാസ് ആ ഡ്യൂട്ടി ചെയ്യുന്നില്ല. അവരെ ടീമിലായിരുന്നല്ലോ, അവർ ഫ്ലോർ ടീമിലും കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അക്ബർ വന്നിട്ട് അനീഷിനെയും ലക്ഷ്മിനെയും പറഞ്ഞിട്ടുണ്ട്. ഈ കാണാത്ത കാര്യത്തിൽ ലക്ഷ്മി ഇങ്ങനെ പറയുന്നതൊക്കെയാണ് ലക്ഷ്മിനെ പറഞ്ഞത്. അനീഷിനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അത് ശരിക്കും വേണ്ട ഒരു കാര്യമല്ല. അനീഷിൻ്റെ ആ സ്ട്രാറ്റജി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് ആൾക്കാർ അതെടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ ലക്ഷ്മി വന്നിട്ട് പിന്നെ ഷാനവാസിനെ പറയുന്നുണ്ട്. എന്തിനാണ് ലക്ഷ്മിയുടെ വോട്ട്? ഈ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ റിവെഞ്ച് എടുക്കേണ്ട നോമിനേഷൻ ആയിരുന്നില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം കളിച്ച് എല്ലാവരും നോമിനേറ്റ് ചെയ്യിപ്പിക്കേണ്ടായിരുന്നു നിങ്ങളുടെ ബുദ്ധി. അവിടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ ഫൈറ്റ് ചെയ്തു, അതൊരു കണ്ടന്റ് വേറെ ആയിക്കോളായിരുന്നു. ഇവിടെ അവർ ചെയ്യേണ്ടത് വേറെ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഷാനവാസിനൊക്കെ 4 വോട്ട് പോയി, വെറുതെ വേസ്റ്റാക്കി. ആ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100യും ആര്യനും കൂടി വന്നാനില്ലേ നോമിനേഷനിൽ. അത് ഇവർ ബുദ്ധിപൂർവ്വം ചെയ്തില്ല. പിന്നെ ഷാനവാസിനെ പറഞ്ഞു. ഷാനവാസിന് എന്താണ് മോശം വേർഡ്സ് യൂസ് ചെയ്യുക, ഭാര്യനെ പറയാം, അങ്ങനത്തെ സംഭവങ്ങൾ. സോറി, ഭാര്യനെ പറയുന്നത്, ഹസ്ബൻഡിനെ പറയുക, പിന്നെ ബിന്നിയുടെ ഹസ്ബൻഡിനെ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പുള്ളിക്കാരി പറഞ്ഞത്. അത് ശരിയാണ്, എനിക്ക് തോന്നി അത് ശരിയല്ല എന്നുള്ളത്. പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അയ്യോ. പിന്നെ അനുമോളുടെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. PR വന്നിട്ടുണ്ടെന്ന് ലക്ഷ്മി എടുത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. PR ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണെന്നും, പിന്നെ പുള്ളിക്കാരി വോട്ട് ചെയ്യുന്നതൊക്കെ അസാധുവായി പോകുന്ന വോട്ടുകളായിരിക്കും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരി എപ്പോഴും ആരെയും ഏറ്റവും വീക്ക് കണ്ടസ്റ്റൻസിനെ വയ്ക്കുക. അതായത് ആ വോട്ടിന് വാല്യൂ ഒന്നും ഉണ്ടാവില്ല, കൗണ്ട് ചെയ്യപ്പെടാത്ത തരത്തിലുള്ള വോട്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരൻ അങ്ങനെ സൈഡാവും. മനസ്സിലായോ? അത് PR സ്ട്രാറ്റജി ആണെന്നാണ് പറയുന്നത് ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിയുടെ അനാലിസിസ് ആണ് കേട്ടോ അത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ശരിയാണ്, അനുമോൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അനുമോളുടെ വോട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ വോട്ട് ചെയ്യുന്നത്, ഒരു സീരിയസ്നെസ് ഒന്നും ഇല്ലാതെ. അപ്പോൾ അതാണ് പറഞ്ഞത്. പിന്നെ സബുമാൻ വന്നിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. സബുമാൻ വന്നിട്ട് അക്ബർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ആരുടെ ഇൻഫ്ലുവൻസ് ആണെന്ന്. അക്ബർ എന്നാണ് സാധാരണ എല്ലാവരും പറയാം. അത് പറയുന്ന ഒരേ ഒരാളവിടെ ഷാനവാസ് മാത്രമേ ഉള്ളൂ. ഷാനവാസിൻ്റെ ഇൻഫ്ലുവൻസിൽ വന്നിട്ട് അത് പറയുന്നത് ഫുൾ വേർഡ്സ് ഷാനവാസ് പറഞ്ഞു കൊടുത്ത വേർഡാണ്. ഇന്നലെ ഞാനിന്ന് കാണുന്നത് അത് എപ്പിസോഡിലൊന്നും വന്നിട്ടില്ല കേട്ടോ. എപ്പിസോഡിൽ എങ്ങുമേ ഇല്ലാത്തൊരു സംഭവമാണ് ഷാനവാസ് എങ്ങനെ സാബുമാനെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നുള്ളത്. അത് ഇന്ന് വൈകുന്നേരവും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എപ്പിസോഡിലും ഇല്ല, ഒന്നുമില്ല. പക്ഷേ അത് ലൈവിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നല്ലോണം പറഞ്ഞുകൊണ്ട് തന്നെ അക്ബറിൻ്റെ എല്ലാ ഗെയിം ട്വിസ്റ്റ് ചെയ്തിട്ട് കുറേയൊക്കെ ആദ്യമൊക്കെ അക്ബർ ശരിയാണ് ഷാനവാസിനെ അഗേൻസ്റ്റ് ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം അക്ബർ ഗെയിം കളിക്കുന്നില്ല അങ്ങനെ. പക്ഷേ ഷാനവാസ് എല്ലാ ഗെയിമും എടുത്തിട്ട് അക്ബറിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഡേർട്ടി ഗെയിം, മാനിപ്പുലേറ്റർ. അപ്പോൾ ഷാബുമാൻ വന്ന് പറഞ്ഞ ഓരോ വേർഡ്സ്, ഡേർട്ടി ഗെയിം, മാനിപ്പുലേറ്റർ, പിന്നെ വളച്ചൊടിക്കൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഈ വേർഡ്സൊക്കെ സാബുമാൻ പറയേ ഇതാണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത അത് ആ ഒരു ഇൻഫ്ലുവൻസ് അത് മൊത്തം വന്നിട്ട് സാബുമാനാണ് അവിടെ പറഞ്ഞത്. ആ ഒരു ഫുൾ വേർഡ്സ് അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പുള്ളിക്കാരൻ അടുത്ത അനുമോളാണ്. ഹൈപ്പോക്രറ്റ് എന്നുള്ള സംഭവം തന്നെ. പിന്നെ പുള്ളിക്കാരി എപ്പോഴും സാബുമാനെ എടുത്തിട്ട് കഥ പറയും.
അത് അനുമോൾക്കുള്ള സ്വഭാവമാണല്ലോ. അപ്പോൾ കഥയൊക്കെ പുറത്ത് പോകുമല്ലോ. പക്ഷേ സൗമ്യനോട് കഥ ഒന്നും പുറത്ത് വരുന്നില്ല. അത് വേറെ കാര്യം. അപ്പം അതാണ് സംഭവം ട്ടോ. അത് വ്യത്യാസമുണ്ട്. മനസ്സിലാക്കിക്കോ. അപ്പോൾ അവിടെ മാനിപ്പുലേറ്റർ മെയിൻ ആക്ച്വലി ഷാനവാസാണ്. പക്ഷേ മാനിപ്പുലേറ്റർ എന്ന് ഷാനവാസ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെ മാത്രമല്ല, നമ്മൾ ആദില, നൂറേനൊക്കെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പറയാം. പിന്നെ ബിന്നി വന്നിട്ട് പിന്നെയും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യണം. അതേ കാരണം പറഞ്ഞിട്ട് ഈ ബിന്നി ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുമ്പം എനിക്കറിഞ്ഞൂടാ, ഷാനവാസ് ഇരുന്നിട്ട് എന്തൊക്കെയോ ആക്ഷൻസ് പിന്നെയും കാണിക്കുന്നുണ്ട്. എന്തോ ആവോ, എനിക്കതൊന്നും മാസമായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് അത് അറിഞ്ഞൂടാ. പുറത്താണ്, ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്താണ് അത് ചെയ്തതെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പെരുമാറിയില്ല. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. അതിനുള്ളിലായതുകൊണ്ട് ഷാനവാസ് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് ഗെയിമായിട്ട് കാണാമല്ലോ. എല്ലാവരും ഗെയിം എന്ന് പറയുന്നുണ്ട്, രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും ഷാനവാസിനെ പറയുമ്പോൾ പല കാര്യങ്ങളും അവളുടെ ലൈക്ക് ഹസ്ബൻഡിനെ എഗെയിൻസ്റ്റ് പറഞ്ഞു. അതായത് ബിന്നിയുടെ ഹസ്ബൻഡിനെ എഗെയിൻസ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ബിന്നി അതൊക്കെയാണ് എടുത്തിട്ട് സെയിം പോയിന്റ്സ് തന്നെ. പിന്നെ ഷാനവാസിൻ്റെ മെഡിസിൻ കാർഡ്, അതൊരു സംഭവമാണ് കേട്ടോ. മെഡിസിൻ കാർഡ് ഒരു ഷാനവാസ് ഇറക്കിയൊരു കാർഡാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഫൈറ്റ് നടക്കുമ്പോഴോ ആ ഫൈറ്റിന് സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഷാനവാസ് അങ്ങനെ മെഡിസിൻ്റെ കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പോണമായിരുന്നു, ബാത്റൂമിൽ പോകണം, അത് സമ്മതിച്ചു. പക്ഷേ മെഡിസിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു. അതെനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഇതായപ്പോഴേക്കല്ലേ എൻ്റെ മെഡിസിൻ ഇഷ്യൂ എനിക്ക് അതിന്നൊക്കെ എടുത്ത് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം അത് ഫൈറ്റ് നടക്കുന്ന സമയത്തും ബിന്നിയോട് എടുത്ത് പറയുന്നില്ല, എനിക്ക് മെഡിസിൻ കഴിക്കണം, എനിക്ക് മെഡിസിൻ ഉണ്ട്, എനിക്ക് പോയേ പറ്റൂ എന്നൊന്നും പുള്ളിക്കാരൻ പറഞ്ഞില്ല. ആ ഫൈറ്റിൽ ഇൻവോൾവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫൈറ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അത്ര എമർജൻസി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അനീഷിന് എമർജൻസി ഉണ്ടായിരുന്നു. അനീഷ് ഉടനെ തന്നെ ബാത്റൂമിലേക്ക് ഓടുകയാണ് ചെയ്തത്. ഷാനവാസ് അവിടെ കിടന്ന് പിന്നെയും കുറേ പ്രഹസനം കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ആക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവിടെ ഒരു മെഡിക്കൽ എമർജൻസി ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ആൾക്ക് ശരിക്കും സഹിച്ച് നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അപ്പം ഷാനവാസ് എപ്പോഴും ബിന്നിയുടെ ഡോക്ടർ ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ബിന്നിയുടെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട്. ബിന്നി ഷാനവാസിനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്നല്ലല്ലോ. പിന്നെ പ്രൊഫഷൻ അതാണ്. പക്ഷേ പുള്ളിക്കാരി ഇപ്പോൾ ഡോക്ടർ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തിട്ടുമില്ല. പിന്നെ അതൊക്കെ പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഷാനവാസിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ ഷാനവാസിന് ഇഷ്ടമാവോ? അപ്പോൾ അതുപോലെ തന്നെ വേറൊരാളുടെ പ്രൊഫഷനെ കുറിച്ച് പറയാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു കണ്ടസ്റ്റൻസ് ആണ്. എല്ലാ ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റൻസ് അത്ര അൺഹെൽത്തി ആണെങ്കിൽ, എസ്പെഷ്യലി ഹാർട്ട് റിലേറ്റഡ്, അത്ര അൺഹെൽത്തി ആണെങ്കിൽ ബിഗ് ബോസിലേക്ക് എടുക്കില്ല. ദേ ആർ നോട്ട് ഫിറ്റ് ഫോർ ഇറ്റ് എന്നുള്ള രീതിയിലാണ് എടുക്കുക. മലയാളത്തിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കി കണ്ടസ്റ്റൻസിനോട് ചെയ്യുന്ന അനീതിയായിരിക്കും. കാരണം അവർക്ക് കളിക്കാൻ പറ്റുമോ ടാസ്ക്? പിന്നെ കാരണം ആ കണ്ടസ്റ്റൻസിന് ഹെൽത്ത് നോക്കിയിട്ട് കളിക്കേണ്ടി വരുമോ? അപ്പോൾ ഇങ്ങനെ അവർക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും? അത് ശരിയല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഹീസ് ജസ്റ്റ് പ്ലേയിങ് എ കാർഡ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉണ്ടാവാം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് സംതിങ് വെരി ക്രിട്ടിക്കൽ. ഹി മൈറ്റ് ഹാവ് ഓവർകം ഓൾ ദാറ്റ്. അതൊക്കെ ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ ആ കാർഡ് എടുത്ത് ഷാനവാസ് ഇപ്പം ഇടുവാണ്. എസ്പെഷ്യലി ബിന്നി ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അത് ഇങ്ങനെ ഇട്ട് കാണിക്കുവാണ്. മനസ്സിലായോ? അത് ശരിക്കും മനസ്സിലായി. ഭയങ്കര മാനിപ്പുലേറ്ററാണ് പുള്ളിക്കാരൻ കേട്ടോ. പുള്ളിക്കാരൻ ആ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂവിൻ്റെ സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരാൾക്കും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ആൾക്കാരോട് പറയുമ്പോൾ ആൾക്കാർക്ക് അത് ഇപ്പോൾ എടുത്തിടുന്നതാണ്. അത് ആ ഒരു ജയിക്കാൻ വേണ്ടിയിട്ട് ഹി ഡസ് ദാറ്റ്. ജയിക്കാൻ വേണ്ടി, ഒരു ഫൈറ്റ് ജയിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ എന്ത് ഡേർട്ടിയും കളിക്കും. ഡേർട്ടി ഗെയിം പ്ലെയർ, മാനിപ്പുലേറ്റർ എന്ന് പറയാൻ എനിക്ക് പുള്ളിക്കാരനെ പറ്റുള്ളൂ. അത് പലപ്പോഴും നിവിൻ്റെ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ നിവിൻ്റെ ആ പ്രശ്നം എടുത്ത് അത് ഗെയിം ആക്കിയത് ഷാനവാസ് അല്ലേ? ആ സമയത്ത് നിങ്ങൾ എടുത്തു നോക്കൂ. ഓരോ സന്ദർഭങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ അതെടുത്ത് കൊണ്ടുവരും. എന്ത് ഡേർട്ടി ഗെയിം ഉണ്ടെങ്കിൽ ആ പുള്ളിക്കാരൻ കളിക്കാൻ ഒരു മടിയില്ല. എന്ത് കാർഡും ഒക്കെ എടുത്തിടും. പിന്നെ വിമൻ കാർഡ് എടുക്കണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഇതേ സെയിം സ്വഭാവം, ഇതേ സെയിം കാര്യം നിങ്ങൾ ആണുങ്ങളോട് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിത് തോന്നുന്നത്. നിങ്ങൾക്ക് സ്ത്രീകളോടാണ് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെ സ്ത്രീകൾ അവിടെ ഒനീലിനോടൊക്കെ നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പം പറ്റുന്നില്ലല്ലോ. നിങ്ങൾ എത്ര ആണുങ്ങളോട് നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ ഫൈറ്റ് ബിൻസി ആയിട്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ബിൻസി നന്നായിട്ട് പൊരുതി നിന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഫൈറ്റ്. പിന്നെ പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യുന്ന മെയിനായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് അക്ബറിനോട് ശ്രമിച്ചു. പക്ഷെ അക്ബറിനോട് ശ്രമിക്കുമ്പോൾ പുള്ളിക്കാരൻ ഫിസിക്കൽ ആവുന്നുണ്ടായിരുന്നു. അതിന് വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനുശേഷം അതില്ല, ആ ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്ന മുഴുവൻ ലേഡീസിനെ വെച്ചിട്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അല്ലെങ്കിൽ നിവീൻ, അങ്ങനെ കുറച്ചുകൂടി വീക്ക്, പുള്ളിക്കാരേക്കാളും വീക്കാണെന്ന് തോന്നുന്ന ഒരാളെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഗെയിം എനിക്ക് മനസ്സിലാവാറില്ല. ഇങ്ങനത്തെ നെഗറ്റീവ് ഗെയിം കളിച്ചിട്ട് എത്രത്തോളം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിലൊന്നും കാണിക്കുന്നില്ല. ഇതിൽ നമ്മുടെ മെയിൻ എപ്പിസോഡിലൊന്നും കാണിക്കാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ രക്ഷപ്പെടും. പക്ഷേ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും ലൈവൊക്കെ കാണുന്നവരാണ്. അവർക്ക് ഇൻഫോർമേഷൻസ് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കിട്ടുന്നുണ്ട്. വാട്സാപ്പ് വഴിയും മറ്റു വഴിയും ഒക്കെ ഈ ക്ലിപ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാവർക്കും അത് ഇൻഫോർമേഷൻ കിട്ടും. അപ്പം മാനിപ്പുലേഷൻ ഗെയിം നടത്തുമ്പം നെഗറ്റീവ് ഗെയിമിലേക്കാണ് പുള്ളിക്കാരൻ്റെ ഗെയിം പോകുന്നത്. സത്യമായിട്ട് പുള്ളിക്കാരാണ് അവിടെ ഏറ്റവും വലിയ നെഗറ്റീവ് PR എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പുള്ളിക്കാരൻ തന്നെയാണ് എഫക്റ്റ് ആവുന്നത്. കാരണം അക്ബറിന് എഗെയിൻസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അറിയാം അത് ചെയ്തിട്ടില്ല എന്ന്. ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് ഒരാൾക്ക് വരുന്ന ഹൈപ്പ് കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ അക്ബറിൻ്റെ PR ആയി മാറുവാണ് ഷാനവാസ് അവിടെ. ഞാൻ അത്രേ പറയുള്ളൂ. അത് ചെയ്യാതിരുന്നാൽ ഷാനവാസിൻ്റെ ഗെയിം തന്നെ നല്ലത്. അത് ചെയ്തുകൊണ്ടിരുന്നാൽ ഷാനവാസിൻ്റെ ഗെയിം ഇങ്ങനെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കും. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങും ഷാനവാസ് ഇസ് എ മാനിപ്പുലേറ്റർ, ഡേർട്ടി ഗെയിം പ്ലെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയാണ്.
അപ്പോൾ ഇതാണ് സംഭവം. ഇനി അടുത്ത ബിന്നിയുടെ സാബുമാനായിരുന്നു നോമിനേഷൻ. സാബുമാൻ നോമിനേഷനിൽ ബിന്നി പറഞ്ഞത് ഒപ്പീനിയൻ നന്നായിട്ട് പറഞ്ഞത്. അത് സാബുമാൻ ഇപ്പോൾ പറഞ്ഞ ഒപ്പീനിയൻ മുഴുവൻ ഷാനവാസിൻ്റെ ഫീഡാണെന്നുള്ളത് ബിന്നിക്ക് അറിയുന്നില്ല. അങ്ങനെയാണ് സാബുമാൻ വന്ന് പറഞ്ഞതാണ്. അല്ല സാബുമാനായിട്ടുള്ള ഒപ്പീനിയൻ ഇല്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് സാബുമാൻ പോയിട്ട് അക്ബറിനോട് സംസാരിക്കുമ്പോൾ പിന്നെ ആ ഒപ്പീനിയൻ ചേഞ്ച് ആവുന്നുണ്ട് ഒരു സൈഡ്. അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ എപ്പിസോഡ്. അതൊക്കെ ലൈവിലാണ് കാണുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ആദില വരുവാണ്. ആദില വന്നിട്ട് ഒബ്വിയസ്ലി ആരായിരിക്കും പറയുക? അക്ബർ. ആദില ഇത് എനിക്ക് തോന്നുന്നു അവർ ആദിലയും നൂറയും അക്ബറിനെ പറയാതൊരു ഗെയിം ഉണ്ടാവില്ല. കാരണം ആദില നൂറ ഈസ് എ പപ്പറ്റ് ഓഫ് ഷാനവാസ് നൗ. ഷാനവാസ് ഇട്ട് കളിക്കുന്ന 2 പപ്പറ്റാണ് ആദില നൂറ. അവരുടെ ഞാൻ ചോദിക്കട്ടെ, ഈ ആദില നൂറയ്ക്ക് ലിനാസ് അല്ല തോന്നിയത് ഷാനവാസ് ഒരു മെയിൽ ഷോമിനിസ്റ്റ് ആണ്? എന്നിട്ട് പിന്നെയും നിങ്ങൾക്ക് ഇത് വേറെ ആളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇതെന്തിനാ മാറുന്നത്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ 10 പേരൊന്ന് പറഞ്ഞാലും ഞാൻ മാറത്തില്ല. എനിക്ക് മനസ്സിലാവുമല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ആദില നൂറ ഇപ്പോൾ ഇറ്റ്സ് എ പപ്പറ്റ്. ദേ ബോത്ത് എ പപ്പറ്റ്സ്. അത് ഷാനവാസ് പറയുന്ന പോലെ ചെറുതായിട്ട് മൂവ് ചെയ്ത് കളിക്കുന്ന പപ്പറ്റ്സ് ആയിട്ട് തോന്നുന്നു. അവർക്ക് അതിനപ്പുറത്തേക്കില്ല. പിന്നെ അനുമോളെയും ഷാനവാസിനെയും ദുഃഖിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെ സേഫ് ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. അപ്പോൾ അതിലൂടെ അത് അക്ബറിൻ്റെ കേസ്. പിന്നെ ദിയ സന വരും എന്ന് പറഞ്ഞ ഒരു സംഭവം. അത് അക്ബർ അന്നേരം പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു, ദിയസന വരും എന്നല്ലേ പറഞ്ഞു. അത് ഇത്ര ഇൻസൾട്ടായിട്ട് തോന്നേണ്ട കാര്യമില്ല. അവരെ പാരൻസ് വരില്ല എന്ന് അവർക്കറിയാം. അവർക്ക് ഓൾറെഡി അറിയാതെ. അപ്പോൾ പിന്നെ ദിയാസന വരുന്നു എന്ന് പറയുമ്പോൾ പ്രൗഡ്ലി യു ഷുഡ് ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. അവരല്ലേ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് ആരും ഇല്ലാത്ത സമയത്ത്. അപ്പം അവർ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഹാപ്പിനെസ്, അതിനെന്താ അത്ര ഇൻസൾട്ടായിട്ട് തോന്നേണ്ട കാര്യമുണ്ടോ? അല്ല, അത് എൻ്റെ ദിയാസന എൻ്റെ സിസ്റ്ററെ പോലെയാണ്. ഷീൽ കം, ഷീസ് ലൈക്ക് മൈ പാരൻസ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതവിടെ ഇൻസൾട്ടായിട്ടും ഇതൊക്കെ ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്കറിയില്ല, അത് അവരുടെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം എനിക്ക് തോന്നിയായിരുന്നു അത് സങ്കടം തോന്നുന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പം അത് ഞാനാണെങ്കിൽ എനിക്കറിയാം. പിന്നെ വൈ ഷുഡ് ഐ ഫീൽ ബാഡ്? ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഹീ സെറ്റ് സോറി ഓൾസോ. പക്ഷെ അന്നേരം അത് തന്നെ എടുത്തിട്ടും. അപ്പോൾ ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി ബിന്നിയാണ് പിന്നെ അടുത്ത് വന്നത്. ബിന്നിയുടെ വേർഡ്സ് എന്തൊക്കെയോ ബിന്നി എന്തോ പറഞ്ഞു. ആണും കെട്ടവെന്ന് എനിക്ക് തോന്നുന്നു അത് ഷാനവാസിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അത് വേറെ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ള ഷാനവാസാണ് നേരത്തെ നവീൻ എഗെയിൻസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള. അന്നേരം ഇവരൊന്നും മിണ്ടിയില്ലല്ലോ. അതെനിക്ക് ചോദിക്കാൻ തോന്നി അല്ലേ? അന്നേരം ഇവർ മിണ്ടിയോ? അവർ മിണ്ടിയിട്ടില്ല അന്നേരം. അപ്പം പറയുവാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി പറയണം. അല്ല ഒരാൾക്കാർക്ക് വേണ്ടി മാത്രം പറയും, മറ്റാൾക്ക് വേണ്ടി കണ്ണടയ്ക്കുമ്പോൾ ശരിയല്ലല്ലോ. അതാണ് പ്രശ്നം. ഇനി ഷാനവാസ് വന്നിട്ടാണ് ലക്ഷ്മിനെയും എന്താണ് നമ്മുടെ ബിന്നിനെയാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും പറയുന്നത്? സെയിം തമ്പുരാട്ടി അതൊക്കെ പറഞ്ഞിട്ടാണ്. ഈ തമ്പുരാട്ടി വിളിയൊക്കെ ശരിക്കും നല്ല രീതിയിലല്ല വിളിക്കുന്നത്. അതൊന്നും ചോദിച്ച് ചെയ്യപ്പെടുന്നില്ല ബിഗ് ബോസ് ഓഫ് ദ ഷോ. ഞാൻ ഈ ഷോയിന് സീസൺ 7 ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അവർ ചോദിക്കുമെന്നോ ഷാനവാസിനൊക്കെ ഹൈപ്പ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നാറ് എപ്പിസോഡ്സ് കാണുമ്പോൾ. അപ്പം അത് ചോദിക്കാൻ വഴിയില്ല, ഇത് ചോദിക്കത്തുമില്ല. ഈ ബിന്നിനെ ആണ് അടുത്ത നോമിനേറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായിരിക്കും എന്താണ് ആണും പെണ്ണും കെട്ടവൻ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞില്ലേ, അതിലെ പറഞ്ഞ സെയിം സാധനമൊക്കെ പറഞ്ഞു. അത് ബിന്നി അവരെ ഇൻസൾട്ട് ചെയ്യാൻ പറഞ്ഞാണ് അത് പറഞ്ഞിട്ട്. പിന്നെ ജയിൽ ടാസ്കിൽ എനിക്ക് ശരിക്കും മനസ്സിലാത്ത കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഷാനവാസിന് ജയിൽ ടാസ്ക് കൊടുത്തത്? അപ്പോൾ ഷാനവാസ് ശരിക്കും ജയിൽ ടാസ്ക് ചെയ്തിട്ടില്ല. അത് ആര്യനാണ് ചെയ്തിട്ടുള്ളത്. അത് എല്ലാ പ്രാവശ്യവും ജയിൽ ടാസ്ക് ഒക്കെ അങ്ങനെ തന്നെയാണ്. പുള്ളിക്കാരൻ ഹെൽത്ത് ഇഷ്യൂസ്, ഞാൻ അപ്പോഴും പറഞ്ഞില്ല ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ എന്തിനാണ് ബിഗ് ബോസ് കൊണ്ടിരുന്നത്? ബാക്കിയുള്ളവരോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് അല്ലേ? ആണ്. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഇത് ഗെയിം ഷോ അല്ലേ? ജസ്റ്റിസ് കാണിക്കണം അവിടെ. അറ്റ്ലീസ്റ്റ് വരുന്ന കണ്ടസ്റ്റൻസ് ഓൾമോസ്റ്റ് ഹിറ്റല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈവൻ 1%, ദെൻ ദേ ഷുഡ് നോട്ട് ബി ദെയർ. എന്തിനാണ് അത്ര റിസ്ക് എടുത്ത് കൊണ്ടുവരുന്നത്? എനിക്കറിയില്ല. ഇനി അടുത്ത അനുമോൾ വന്നിട്ട് സാബുമാനെയും നെവീനെയാണ് പറയുന്നത്. നെവീനെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ നെവീന ആ ഫുഡ് കേസ് അത് കറക്റ്റാണ്, എനിക്കും പറയാൻ പറഞ്ഞ പോയിന്റാണ്. പക്ഷെ അതുവരെ ആരും നെവീനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെവീൻ ലാസ്റ്റാണ് വന്ന് ഇരുന്നത് കേട്ടോ. അനുമോൾ, നൂറ, നെവീൻ. അപ്പം ഇവർ അത് കഴിഞ്ഞ് സാബുമാനും പറഞ്ഞിട്ടുണ്ട് അനുമോൾ. ഓക്കെ, അനുമോളുടെ ഇത് ഓക്കെ. അത് കഴിഞ്ഞ് നൂറ് വന്നിട്ട് പിന്നെ അക്ബറിനെയാണ് പറയുന്നത്. അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവർ അങ്ങനെ ചെയ്യത്തുള്ളൂ. പിന്നെ നെവീനെ പറഞ്ഞു, കാരണം പ്രോപ്പർ ടാസ്ക് കളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നെവീൻ അത് ട്രിഗറായി. നെവീൻ വന്നിട്ട് അനുമോളെ പറയുന്നുണ്ട് ടാസ്ക് കളിക്കുന്നത് ഞാൻ നിന്നെക്കാളും കൂടുതൽ ടാസ്ക് കളിച്ചിട്ടുണ്ട്. പിന്നെ അനുമോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നോമിനേഷൻ എന്ന് പറയുന്നുണ്ട്. അതെനിക്കറിയില്ല ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്ന്. ഇതൊക്കെ പലപ്പോഴും അനുമോളും ഇവരൊക്കെ ഈ മൈക്ക് ഊരിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടാ ഈ ബിഗ് ബോസ് എന്തുകൊണ്ട് നല്ല കർശനമായിട്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളത്. അവരും കണ്ണടച്ച് കൊടുക്കുവാണോ എനിക്കറിയില്ല. ഈ സീസൺ തന്നെ ഒരു ഭയങ്കര അത് കഴിഞ്ഞ് ടാസ്ക് അത് ചെയ്യുന്ന ടാസ്ക് സീസണൊക്കെ ഭയങ്കര മോശം. അപ്പോൾ ഇതും കൂടി പറയാം, നിവിൻ അനുമോളെയും പിന്നെ അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും അപ്പോൾ എന്തായാലും ഇതിൽ ഇവർ നോമിനേറ്റ് ചെയ്തത് മൊത്തം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിയില്ലാതെ നോമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അവർ കുറേ വോട്ട് വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു. അത് മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയണം. ഇവർക്ക് മനസ്സിലാവത്തില്ലേ, ഈ പി ആർ അടിയൊക്കെ നിർത്തണമെങ്കിൽ ഇവരെല്ലാവരും നോമിനേഷന് വരണം. അത് കഴിയുന്നത് മാക്സിമം കൊണ്ടുവരാം. ഇത്തവണ നൂറിനെയും ആര്യനെയും കൂടി കൊണ്ടുവന്നാൽ മൊത്തം അങ്ങോട്ട് വരുമായിരുന്നു. പിന്നെ ബിഗ് ബോസിനപ്പോൾ കുറച്ച് കൺട്രോൾ കിട്ടിയാൽ എങ്ങനെയെങ്കിലും വോട്ടിങ് അല്ലെങ്കിൽ എലിമിനേഷനൊക്കെ കുറച്ച് അവർക്കും ട്രിക്ക് ചെയ്യാം.
അത് ചെയ്തില്ല. ഇപ്പൊ കണ്ടസ്റ്റൻസ് എവിടെയാണ് ചെയ്യുന്നത്? കണ്ടസ്റ്റൻസിന് ബുദ്ധി ഉപയോഗിച്ച് കളിച്ചാലല്ലേ അവർ ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഈ വൈരാഗ്യം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പല വോട്ട്സും വേസ്റ്റ് ആയിപ്പോയി. ഇറ്റ്സ് ആക്ച്വലി വേസ്റ്റ് വോട്ട്. ആ വോട്ട് വേസ്റ്റ് ആണ്. കൗണ്ട് ചെയ്താൽ അത് വേസ്റ്റ് ആണ്. നിങ്ങളുടെ വോട്ടിന് ശരിക്കും വാല്യൂ വരുന്നത് അയാളെ നിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം അയാൾ നോമിനേഷന് വരുമ്പോഴാണ്. ആ ഒരു വോട്ടിൻ്റെ റീസണും കൊണ്ട് അതാകാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മറ്റേ ടാസ്ക് വന്നത്. ആ ടാസ്കിൽ എന്താണ് മറ്റേ ഫിലിം ആക്ടേഴ്സിൻ്റെ ഓരോരുത്തരുടെ പേര് കൊടുത്തിട്ട് അവരോരോ ക്യാരക്ടർ വയ്ക്കാം. സങ്കടം തോന്നും. കാരണം സീസൺ 3 ഇതേ സെയിം ടാസ്ക് സീസൺ 3ലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മണിക്കുട്ടനൊക്കെ ചെയ്തിട്ടുള്ള ടാസ്ക്. അതിൽ മീശ മാധവനായിട്ടും പിന്നെ നമ്മുടെ റംസാനൊക്കെ കുഞ്ചാക്കോ ബോബനൊക്കെ ആയിട്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു അതിന് കളിയാട്ടം എന്നാണ് എന്തായിരുന്നു തോന്നുന്നു അതിൻ്റെ ടാസ്ക് കേട്ടോ. അവർ നന്നായിട്ട് ആ ടാസ്ക് വെച്ചിട്ട് എനിക്ക് ഇവരെ കാണുമ്പം എനിക്ക് ഇതേ സെയിം 5ൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നില്ല. 3 ആണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ഇതിൽ ആയെക്കൂടെ ചെയ്തിട്ടില്ല, നല്ല ചെയ്ത് ഞാൻ പറയാമല്ലോ, നല്ല ആരാണ് സാബു മാൻ. പുള്ളിക്കാരന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണിത്. പുള്ളിക്കാരനാണ് ഈ ടാസ്ക് കളിച്ചത്. സെറ്റ് സാബു മാൻ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ പുള്ളിക്കാരൻ ഭൂതമായിട്ട്, പട്ടണത്തിലെ ഭൂതമായിരുന്നു. ആ ഭൂതമായിട്ട് തന്നെ പുള്ളിക്കാരൻ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അത് ഞാൻ ഒന്നും ഹാറ്റ്സ് ഓഫ്. അതുമല്ല അനുമോൾ നന്നായിട്ട് ആ ക്യാരക്ടർ പിടിച്ച് തന്നെ ചെയ്തു. പുള്ളിക്കാരി വേറൊരു കാര്യം ചെയ്തു. അനുമോൾ എല്ലാവരെയും അവിടെ ഡ്രസ്സ് ചെയ്യാൻ സഹായിക്കുകയും കൂടി ചെയ്തു. അത് എനിക്ക് എടുത്ത് പറയണം. അനീഷിനായാലും എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുത്തു. പുള്ളിക്കാരി ലാസ്റ്റാണ് ചെയ്ത മേക്കപ്പ് സ്വന്തം. കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ അനുവിനുണ്ട് കേട്ടോ. അത് ഞാൻ ഇല്ലാന്ന് പറയില്ല. അത് നമുക്ക് കാണും, ലൈവ് കാണുമ്പോൾ മനസ്സിലാവും. പുള്ളിക്കാരി ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ പുള്ളിക്കാരിക്ക് നല്ല നല്ല പോലെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിയാണ് ഇതൊക്കെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ എനിക്ക് അനുമോളിൻ്റെ അടുത്ത് പറയണം. അത് കഴിഞ്ഞ് ടാസ്ക് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പുള്ളി. ആ ക്യാരക്ടറിൽ നിന്നിട്ട് പുള്ളിക്കാരി എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് രണ്ടുപേരും നന്നായിട്ട് ചെയ്തത്. ഇനി ഓൾമോസ്റ്റ് ട്രൈ ചെയ്ത് വന്നതാണ് ആര്യൻ. അങ്ങനെ ആവാൻ പറ്റുന്നില്ല. ആര്യൻ നന്നായി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ഒക്കുന്നില്ല പുള്ളിക്കാരന്. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലല്ലേ കുറച്ചും കൂടി അവരൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ആ സിനിമയുടെ ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റുന്നില്ല. പിന്നെ ലക്ഷ്മി കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. നൂറ കുറച്ച് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. നൂറയ്ക്ക് പിന്നെ ആ ലുക്കുള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് പോകും. പിന്നെ ലക്ഷ്മി അറിഞ്ഞൂടാ, അവർക്ക് ആ ഉർവശിയുടെ ആ ഒരു ഇതൊന്നും പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ഇച്ചിരി ടഫ് തന്നെയാണ്. അവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വന്ന ഷാനവാസിന് അതേ രൂപം തന്നെ. ആ വേൽമുരുക പിന്നെ ഡാൻസ് കൊടുത്തു. അതൊക്കെ എനിക്ക് ആവറേജ് ആയിട്ട് തോന്നിയത്. അല്ലാതെ വലിയ അടിപൊളി വാവ് ലാലേട്ടൻ നിൽക്കുന്നു അതുപോലും ചെയ്യാം. ലാലേട്ടൻ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് അന്ന് മീശ മാധവനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ മണിക്കുട്ടനൊക്കെ അതൊക്കെ സൂപ്പറായിരുന്നു അല്ലേ? അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ജോക്കറായിട്ട് നമ്മുടെ അനീഷ് പോരാ. ഇറ്റ് വാസ് നോട്ട് ഇനഫ്. പലരും അവിടെ ടാസ്ക് മിന്നൽ മുരളിനൊന്നും ഞാൻ കണ്ടേയില്ല. പറയാതിരിക്കാൻ വയ്യ, കണ്ടിട്ടേയില്ല. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ. മിന്നൽ മുരളി അവരൊക്കെ അതിലാരായിരുന്നു? നമ്മുടെ പാർത്ഥസാരഥി, നമ്മുടെ ജയറാമിൻ്റെ ക്യാരക്ടർ. ഒന്നും ആയിട്ടില്ല. പുള്ളിക്കാരി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ ആ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് കണ്ടസ്റ്റൻസ് ആണ് ഈ തവണ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് ഒരുപാട് മനസ്സിലായി. ശരിക്കും മനസ്സിലായി. അത് ഉറപ്പായില്ലേ? എനിക്ക് അറിഞ്ഞൂടാ ഇവരെന്ത് സെലക്ഷനാണ് എടുത്തത്. ഒരു ടാസ്കും ഒന്നുമേ ഒരു രസമില്ലാതെ കംപ്ലീറ്റ് ചെയ്യുന്ന കുറേ കണ്ടസ്റ്റൻസ്. എനിക്ക് സങ്കടം വരുന്നു ശരിക്കും. എന്തോ ആയിക്കോട്ടെ. ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ മര്യാദയ്ക്കൊന്ന് ഓഡീഷൻ ചെയ്തെടുക്കുക. കുറച്ച് ടാലൻറ്റഡും എല്ലാവർക്കും കുറേശ്ശെ എല്ലാ ടാസ്കും എല്ലാവരും നല്ലോണം ചെയ്യുന്നില്ല. പക്ഷേ മെജോറിറ്റി ടാസ്കും കൊളാക്കുന്ന കണ്ടസ്റ്റൻസിനാണ് ഇതാദ്യമായിട്ട് കാണുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറില്ലേ? പക്ഷേ രക്ഷയില്ല കേട്ടോ. അപ്പോൾ നോക്കാം. നമുക്ക് നാളെ കുറച്ചും കൂടിയൊക്കെ ഡിഫറൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. കുറച്ചും കൂടി ഗ്യാസ് കൂട്ടി വെച്ചിട്ടും വെള്ളം കൂട്ടി വെച്ചിട്ടും ബാത്റൂം പൂട്ടി വെച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് ടാസ്ക് കളിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് ആണ് കഷ്ടപ്പെടുന്നത്. ഒന്ന് കളിക്കുന്ന മേലല്ലെങ്കിൽ ക്യാരക്ടറിൽ നിന്ന് കളിക്കുക എന്ന് പറഞ്ഞിട്ട് നാളെ കുറച്ചും കൂടിയൊക്കെ വ്യത്യസ്തമായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ചെയ്യട്ടെ. അവർ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നാളെ നോക്കാം എന്തുണ്ടാവുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെയുള്ളൂ മെയിനായിട്ട് നടന്ന സംഭവം. നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ അടുത്ത എപ്പിസോഡ് റിവ്യൂ വരെ ബൈ.